നേമത്ത് ശബരിനാഥൻ, അരുവിക്കര VS ശിവകുമാർ, പാറശാല നെയ്യാറ്റിങ്കര സനൽ എന്നാണ് വന്നിരിക്കുന്നത്. കണ്ണൂരിൽ അഡ്വക്കേറ്റ് TO മോഹനനാണ് സ്ഥാനാർത്ഥി. പെരുമ്പാവൂരിൽ മനോജ് മൂത്തേടൻ ആണ് സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലിസ്റ്റ് വായിക്കാം. ഉദുമയിൽ K നീലകണ്ഠൻ, തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ, കല്യാശ്ശേരിയിൽ രാജീവൻ കപ്പാച്ചേരി, കണ്ണൂരിൽ അഡ്വക്കേറ്റ് TO മോഹനൻ, മട്ടന്നൂരിൽ ചന്ദ്രൻ തില്ലങ്കേരി, പട്ടാമ്പി TP ഷാജി, ഷൊർണൂരിൽ P ഹരിഗോവിന്ദൻ, കുന്നംകുളം അജയ് മോഹൻ, വടക്കാഞ്ചേരി വൈശാഖ് നാരായണസ്വാമി, പെരുമ്പാവൂരിൽ മനോജ് മൂത്തേടൻ, വൈപ്പിൻ ടോണി ചമ്മണി, കൊച്ചി മുഹമ്മദ് ഷിയാസ്. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസാണ് സ്ഥാനാർത്ഥി. തൃപ്പൂണിത്തറയിൽ ദീപക് ജോയ്, ദേവികുളം F രാജ, ഉടുമ്പൻചോല അഡ്വക്കേറ്റ് സേനാപതി വേണു, ഇടുക്കി റോയ് K പൗലോസ്, പീരുമേട് സിറിയക് തോമസ്, ഏറ്റുമാനൂർ നാട്ടകം സുരേഷ്, കാഞ്ഞിരപ്പള്ളിയിൽ റോണി K ബേബി, പൂഞ്ഞാർ സെബാസ്റ്റ്യൻ MJ, ആലപ്പുഴ AD തോമസ്, കായംകുളം M ലിജു, ചെങ്ങന്നൂർ എബി കുര്യാക്കോസ്, റാന്നി പഴകുളം മധു, ആറന്മുള എബൻ വർക്കി, കോന്നി പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ, അടൂർ അഡ്വക്കേറ്റ് ശാന്തകുമാർ, ചടയമംഗലം MM നസീർ. ചടയമംഗലം കോൺഗ്രസിൽ MM നസീർ ആയിരിക്കും മത്സരിക്കുന്നത്. വർക്കലയിൽ വർക്കല കഹാർ, മുൻ MLA വർക്കല കഹാർ, നെടുമങ്ങാട് മീനാങ്കൽ കുമാർ, വാമനപുരം സുധീർ ഷാ പാലോട്, കഴക്കൂട്ടം ശരചന്ദ്ര പ്രസാദ്, നേമം ശബരിനാഥൻ, അരുവിക്കര VS ശിവകുമാർ, പാറശാല നെയ്യാറ്റിങ്കര സനൽ, കാട്ടാക്കട MR ബൈജു, നെയ്യാറ്റിങ്കര N ശക്തൻ എന്നിവരായിരിക്കും സ്ഥാനാർത്ഥികൾ. N ശക്തൻ മുൻ MLA ആണ്. നെയ്യാറ്റിങ്കരയിൽ നിന്നും വീണ്ടും മത്സരിക്കുന്നു. ശരി, ഇപ്പോൾ 37 പേരുടെ പട്ടിക കൂടിയാണ് ഇപ്പോൾ കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് അമൽ പറഞ്ഞോളൂ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആകാംക്ഷയോടെ നോക്കിയിരുന്ന പെരുമ്പാവൂർ മണ്ഡലമാണ്. പെരുമ്പാവൂർ മണ്ഡലത്തിൽ എൽദോസ് കുന്നപ്പള്ളി അല്ല സ്ഥാനാർത്ഥി, മനോജ് മൂത്തേടൻ സ്ഥാനാർത്ഥിയായി എത്തുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം TO മോഹനൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കണ്ണൂരേക്ക് എത്തുന്നു. ഏറ്റവും ഒടുവിലത്തെ സമയത്ത് K സുധാകരൻ നിർദ്ദേശിച്ച പേരവിടെ പരിഗണിക്കപ്പെടുന്നില്ല, റിജിൽ മാക്കുറ്റിയുടെ പേര് പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഈ പട്ടികയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതോടൊപ്പം നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, മുഴുവൻ 95 സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുമെന്നുള്ളതാണ്. പക്ഷേ ആ 95 സീറ്റുകളിലേക്ക് ഇപ്പോൾ എത്തുന്നില്ല. 40 സീറ്റുകളുടെ പ്രഖ്യാപനമാണ് അവശേഷിച്ചത്. ഇതിൽ പക്ഷേ 37 ഉള്ളൂ. ഏതൊക്കെ മണ്ഡലമാണ് വിട്ടുപോയത് എന്നറിയാൻ കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. ഈ പട്ടിക വിശദമായി തന്നെ പരിശോധിക്കേണ്ടി വരും. ഉദുമയിൽ K നീലകണ്ഠൻ സ്ഥാനാർത്ഥിയാകുമെന്ന കാര്യം ഏകദേശം ഉറപ്പായിരുന്നു. തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർക്ക് ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ കൂടി സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരിൽ സ്ഥാനാർത്ഥിയാവുകയാണ്. കല്യാശ്ശേരിയിൽ രാജീവൻ കപ്പച്ചേരി സ്ഥാനാർത്ഥിയാകുന്നു. ആ കാര്യവും ഏകദേശം ഉറപ്പിച്ചിരുന്നതാണ്. ഇന്ന് രാവിലെ തന്നെ കണ്ണൂരിൽ TO മോഹനൻ, മട്ടന്നൂരിൽ ചന്ദ്രൻ തില്ലങ്കേരിയാണ് സ്ഥാനാർത്ഥിയായി എത്തുന്നത്. ആ പേരുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 2 പേരുകളൊക്കെ പരിഗണിച്ചിരുന്നതാണ്. പക്ഷേ അവിടേക്ക് ചന്ദ്രൻ തില്ലങ്കേരിയുടെ പേര് പരിഗണിക്കുന്നില്ല. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. എൽദോസ് കുന്നപ്പള്ളി അവിടെ മാതൃഭൂമി ന്യൂസിലൂടെ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റില്ല എന്ന വാർത്ത കാണുകയാണ്. ഇതിനോടുള്ള പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഇനി അറിയേണ്ടതുണ്ട്. കാരണം എൽദോസ് കുന്നപ്പള്ളിയിൽ അവിടെ കഴിഞ്ഞ കുറേ കാലമായി താഴെ തട്ടിലിറങ്ങി പ്രവർത്തിക്കുന്നതാണ്. വീടുകൾ കയറി പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയതാണ്. അങ്ങനെ സജീവമായി അവിടെ പ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്നയാളാണ്. അങ്ങനെയുള്ള കുന്നപ്പള്ളിക്ക് പെരുമ്പാവൂർ സീറ്റ് നിഷേധിക്കപ്പെടുന്നു. അത് നിഷേധിക്കപ്പെടുന്നതിന് കാരണമായി പറഞ്ഞ കാരണം മറ്റൊരാളുടെ കാര്യത്തിൽ കൂടി ഉണ്ടായിട്ടും ആ ഒരു കോവളത്തെ എമിൻസിന് സീറ്റ് നൽകുമ്പോൾ പെരുമ്പാവൂരിൽ കുന്നപ്പള്ളിന് സീറ്റ് നൽകുന്നില്ല എന്നുള്ളൊരു പ്രശ്നം അവിടെ നിൽക്കുന്നു. മാത്രമല്ല യാക്കോബായ സഭയുടെ പൂർണ്ണമായ പിന്തുണ കുന്നപ്പള്ളിയിൽ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള കുന്നപ്പള്ളിക്ക് വേണ്ടി ശക്തമായ സമ്മർദ്ദം ഹൈക്കമാൻഡിന്റെ ഭാഗത്തും ഉണ്ടായിട്ടും എന്തുകൊണ്ട് കുന്നപ്പള്ളിന് സീറ്റില്ലാതെ പോയി എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. കുന്നപ്പള്ളിക്കൊപ്പം നിൽക്കുന്ന ആളുകൾ ഉയർത്തുന്നത്. കഴിഞ്ഞ ദിവസം കുന്നപ്പള്ളിയിൽ ഡൽഹിക്ക് പോയിരുന്നു. അങ്ങനെ ഡൽഹിയിലേക്ക് എത്തിയ സമയത്ത് KC വേണുഗോപാൽ അടക്കമുള്ള ആളുകളെ കണ്ടിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തനിക്കെതിരെ ഉയർന്ന കേസുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണുള്ളത്, എന്താണ് കേസിന്റെ വസ്തുത എന്നുള്ള കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ കോടതിയിലേക്ക് അത് പോയാൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉണ്ടാകുക എന്ന കാര്യമടക്കം കുന്നപ്പള്ളിയിൽ കൃത്യമായി തന്നെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തെ കൂടി ധരിപ്പിച്ചതാണ്. പക്ഷേ പട്ടിക വരുമ്പോൾ കുന്നപ്പള്ളിയുടെ പേരില്ല. കുന്നപ്പള്ളിന് വേണ്ടി പ്രകടനങ്ങൾ നടത്തുന്നത് ദേശീയ നേതൃത്വം ഗൗരവത്തിൽ എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മനോജ് മൂത്തേടൻ അവിടെ സ്ഥാനാർത്ഥിയായി എത്തുന്നു. സാമുദായിക സമവാക്യം അടക്കം പരിഗണിക്കുമ്പോൾ അവിടെ യാക്കോബായ സഭയ്ക്ക് കൃത്യമായ സംവിധാനമുള്ള ഒരു മണ്ഡലം. അങ്ങനെയുള്ള ഒരു മണ്ഡലത്തിൽ മനോജ് മൂത്തേടൻ സ്ഥാനാർത്ഥിയായി എത്തുന്നു. LDFന്റെ സ്ഥാനാർത്ഥിയും ഈ സംവിധാനത്തിൽ നിന്ന് തന്നെയുള്ള ആളാണ്. അതിനാൽ തന്നെ എൽദോസ് കുന്നപ്പള്ളിയിൽ മത്സരരംഗത്തേക്ക് ഇറങ്ങിയാൽ അതിശക്തമായ ഒരു പോരാട്ടം ആ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. പക്ഷേ നേരത്തെ K സുധാകരൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞാണ് ഡൽഹിയിൽ നിന്ന് മടങ്ങിയത്. K സുധാകരനെ പോലെ തലയെടുപ്പുള്ള ഒരു നേതാവ് അങ്ങനെ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ് മടങ്ങുമ്പോൾ എൽദോസ് കുന്നപ്പള്ളിയുടെ നിലപാട് എന്താകും എന്നുള്ളതാണ്. എൽദോസ് കുന്നപ്പള്ളിയിലും
സുധാകരൻ പറഞ്ഞതുപോലെ പാർട്ടിക്ക് വിധേയനായി താൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ളൊരു നിലപാട് പറയുമോ, അതോ എൽദോസ് കുന്നപ്പള്ളിയിൽ മത്സരിക്കാൻ തയ്യാറാകുമോ? ഒപ്പമുണ്ടായിരുന്ന പ്രവർത്തകരുടെ വികാരം നമ്മൾ കണ്ടതാണ്. കുന്നപ്പള്ളിയിൽ മത്സരിക്കണമെന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. ആ പ്രവർത്തക വികാരം ഉൾക്കൊണ്ട് കുന്നപ്പള്ളിയിൽ മത്സരരംഗത്തേക്ക് ഇറങ്ങുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും അല്പസമയങ്ങൾക്കകം തന്നെ ഈ വിഷയത്തിൽ കുന്നപ്പള്ളിൻ്റെ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കുന്നപ്പള്ളിയിൽ മാത്രമല്ല, അവിടെ കുന്നപ്പള്ളിക്കൊപ്പമുള്ള പല ആളുകളും ഇപ്പോൾ മാതൃഭൂമി ന്യൂസിലൂടെ ഈ വാർത്ത കാണുകയാണ്. സീറ്റില്ല എന്നുള്ള ഒരു വിവരം കുന്നപ്പള്ളിയിൽ അറിയുകയാണ്. ഇതിനോടുള്ള പ്രതികരണത്തിനാണ് നമ്മളിനിയിപ്പോൾ കാത്തിരിക്കുന്നത്. കുന്നപ്പള്ളിയിൽ പെരുമ്പാവൂരിൽ മത്സരരംഗത്തുണ്ടാകുമോ? കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന മനോജ് മൂത്തേടനെതിരെ എൽദോസ് കുന്നപ്പള്ളിയിൽ മത്സരിക്കാൻ ഇറങ്ങുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിനാണ് ഉത്തരം വേണ്ടത്. അധികം വൈകാതെ ആ വിഷയത്തിൽ കുന്നപ്പള്ളിയിൽ പ്രതികരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇനി മറ്റ് മണ്ഡലങ്ങളിലേക്ക് കൂടി പോയാൽ നമ്മൾ പറഞ്ഞു നിർത്തിയ കണ്ണൂർ മണ്ഡലമാണ്. ടി ഒ മോഹൻ മട്ടന്നൂർ. പട്ടാമ്പിയിൽ ടി.പി. ഷാജി സ്ഥാനാർത്ഥിയാകുന്നു. മട്ടന്നൂരിലും ചെറിയ പ്രതിസന്ധികളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. മട്ടന്നൂരിൽ ഷാജി സ്ഥാനാർത്ഥിയാകുന്നതിനെതിരെ കഴിഞ്ഞ തവണ മട്ടന്നൂരിൽ മത്സരിച്ച റിയാസ് മുക്കോളിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതായിരുന്നു. ഒരു യുവ നേതാവ് പാർട്ടി വിട്ട് പുറത്തേക്ക് പോകുന്നു എന്നൊക്കെ അഭ്യൂഹങ്ങൾ കഴിഞ്ഞ ദിവസം വന്നതാണ്. അങ്ങനെ റിയാസ് മുക്കോളിയെ പരിഗണിക്കുന്നില്ല, പകരം ടി.പി. ഷാജി സ്ഥാനാർത്ഥിയായി രംഗത്തെത്തുന്നു. പി ഹരിഗോവിന്ദൻ ഷൊർണൂരിൽ സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അവിടെ ശശി എവിടെ സ്ഥാനാർത്ഥിയാകും? ഒറ്റപ്പാലത്തോ ഷൊർണൂരിലോ എന്ന് ചോദ്യമുണ്ടായിരുന്നു. പക്ഷേ ശശി ഷൊർണൂരിൽ മത്സരിക്കുന്നില്ല. ഒറ്റപ്പാലം എന്ന കാര്യം പറയുമ്പോൾ ഹരിഗോവിന്ദൻ സ്വാഭാവികമായും ഷൊർണൂരിലേക്ക് സ്ഥാനാർത്ഥിയായി എത്തുകയാണ്. കുന്നംകുളത്ത് അജയമോഹനാണ് സ്ഥാനാർത്ഥിയായി എത്തുന്നത്. വടക്കാഞ്ചേരിയിൽ വൈശാഖ് നാരായണസ്വാമി സ്ഥാനാർത്ഥിയാകുന്നു. വടക്കാഞ്ചേരിയിൽ മറ്റ് പല പേരുകളും പറഞ്ഞു കേട്ടിരുന്നുവെങ്കിലും വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാനായ കഴിഞ്ഞ തവണയും അവിടെ കൗൺസിലറായിരുന്ന അവിടെ വലിയ സ്വാധീനമുള്ള വൈശാഖ് നാരായണസ്വാമി വടക്കാഞ്ചേരിയിൽ സ്ഥാനാർത്ഥി എത്തുകയാണ്. പെരുമ്പാവൂരിൽ നേരത്തെ പറഞ്ഞതുപോലെ മനോജ് മൂത്തേടൻ അവിടെ എൽദോസ് കുന്നപ്പള്ളിന് നിരാശയാണ്. വൈപ്പിനിൽ ടോണി ചിമ്മിണി മത്സരിക്കാൻ ഇറങ്ങുന്നു എന്നുള്ളതാണ്. ടോണി ചിമ്മിണി ഏകദേശം അവിടെ ഉറപ്പിച്ചിരുന്നതാണ്, പക്ഷേ പേരിപ്പോഴാണ് പുറത്തേക്ക് വരുന്നത്. തൃപ്പൂണിത്തുറയിൽ ദീപക് ജോയ് സ്ഥാനാർത്ഥിയാകുന്നു. അവിടെ രാജു പി നായരുടെ പേരടക്കം പറഞ്ഞു കേട്ടിരുന്നതാണ്. പക്ഷേ അവിടുത്തെ സാമുദായിക സമവാക്യം അടക്കം പരിഗണിച്ചുകൊണ്ട് അവിടെ കെ ബാബു നിർദ്ദേശിച്ച പേര് തന്നെ അംഗീകരിക്കപ്പെടുകയാണ്. തൃപ്പൂണിത്തുറയിൽ ദീപക് ജോയ്, ദേവികുളം എഫ് രാജ എന്ന പേരിനപ്പുറത്തേക്ക് മറ്റു ചില പേരുകൾ, കൃഷ്ണമൂർത്തിയുടെ അടക്കമുള്ള പേരുകൾ ദേവികുളത്ത് ചർച്ച ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ എ.കെ. മണി മുന്നോട്ട് വെച്ച മറ്റു ചില പേരുകളൊക്കെ ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്തിരുന്നുവെങ്കിൽ കൂടി ഏറ്റവും ഒടുവിൽ അവിടെ എഫ് രാജ സ്ഥാനാർത്ഥി എത്തുകയാണ്. ഉടുമ്പൻചോലയിൽ അഡ്വക്കേറ്റ് സേനാപതി വേണു സ്ഥാനാർത്ഥിയാകുന്നു. ഒരു വട്ടം മത്സരിച്ച് പരാജയപ്പെട്ടതാണ് സേനാപതി വേണു. പക്ഷേ വളരെ ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ട മണ്ഡലം ഉടുമ്പൻചോല മണ്ഡലത്തിൽ ഇപ്പോൾ സേനാപതി വേണുവിനെ ഒരു വട്ടം കൂടി പരീക്ഷിക്കുകയാണ്. കെ എസ് അരുണിന്റെ പേര് പരിഗണനയിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റു ചില പേരുകൾ കൂടി ഏറ്റവും ഒടുവിൽ ഒരു മിനി പ്രിൻസിന്റെ പേരടക്കം അവിടെ സജീവ ചർച്ചയിലേക്ക് വന്നതാണ്. അനിൽ തറനലത്തിന്റെ പേര് ചർച്ചയിലേക്ക് വന്നതാണ്. പക്ഷേ ആ ചർച്ചകൾക്കെല്ലാം അപ്പുറത്തേക്ക് മണ്ഡലത്തിൽ സുപരിചിതനായ സേനാപതി വേണുവിനെ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുന്നു. ഇടുക്കിയിൽ റോയ് കെ പൗലോസ് സ്ഥാനാർത്ഥിയായി എത്തുകയാണ്. അവിടെ ജോയ് വെട്ടിക്കുഴിയുടെ പേരടക്കം പരിഗണിച്ചിരുന്നുവെങ്കിൽ കൂടി അവിടെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. എൽദോസ് കുന്നപ്പള്ളിന് എങ്ങനെയാണോ പെരുമ്പാവൂരിലെ സീറ്റ് നിഷേധിക്കപ്പെട്ടത്, അങ്ങനെ പെരുമ്പാവൂരിൽ കുന്നപ്പള്ളിക്ക് സീറ്റ് നഷ്ടപ്പെടുമ്പോൾ യാക്കോബായ വിഭാഗത്തിൽ നിന്നുള്ള റോയ് കെ പൗലോസിനെ ഇടുക്കിയിൽ പരിഗണിക്കുകയാണ്. മനോജ് മൂത്തേടൻ ഇവിടെ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ അതിന്റെ ഗുണം റോയ് കെ പൗലോസിന് ഇടുക്കിയിൽ ലഭിക്കുന്നു. അങ്ങനെ റോയ് കെ പൗലോസ് ഇടുക്കിയിൽ സ്ഥാനാർത്ഥിയായി എത്തുകയാണ്. അലോഷ്യസ് സേവ്യറിന്റെ പേരടക്കം അവിടെ ആദ്യം ചർച്ച ചെയ്തിരുന്നുവെങ്കിൽ കൂടി ഒടുവിൽ രണ്ട് പേരുകളിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ഒന്ന് ജോയ് വെട്ടിക്കുഴി, അതോടൊപ്പം തന്നെ റോയ് കെ പൗലോസ്. അങ്ങനെ റോയ് കെ പൗലോസിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുന്നു. സിറിയക് തോമസിനെ വീണ്ടും പരീക്ഷിക്കുകയാണ് പീരുമേട്ടിൽ ഇത്തവണ നേരത്തെ ബിജിമോളോട് മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നതാണ്. അതിനുശേഷം കഴിഞ്ഞ തവണയും പരാജയം അനുഭവിച്ചു. പക്ഷേ സിറിയക് തോമസിനെ ഒരു വട്ടം കൂടി പരീക്ഷിക്കുകയാണ്. സലിമാണ് അവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. ഏറ്റുമാനൂരിൽ നാട്ടകം സുരേഷ് സ്ഥാനാർത്ഥിയാകും. അവിടെ വലിയ പ്രതീക്ഷ പങ്കുവച്ചിരുന്ന ഒരു നേതാവുണ്ടായിരുന്നു, ജോസഫ് വാഴക്കൻ. കൃത്യമായ അതൃപ്തി തന്റെ പേര് പരിഗണിക്കപ്പെടാത്തതിലുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അവിടെ നാട്ടകം സുരേഷിനെ പരീക്ഷിക്കുകയാണ് കോൺഗ്രസ്. നാട്ടകം സുരേഷിനെ അവിടെ പരീക്ഷിക്കുമ്പോൾ തൊട്ടടുത്ത മണ്ഡലമായ റോണി കെ ബേബിയാണ് കാഞ്ഞിരപ്പള്ളിയിൽ പരീക്ഷിക്കുന്നത് എന്നൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിലനിൽക്കുന്നു. ഈ പേര് തുടക്കം തൊട്ട് പറഞ്ഞിരുന്നുവെങ്കിലും മറ്റപ്രതീക്ഷിതമായി ആരെങ്കിലും അവിടേക്ക് എത്തുമോ എന്നുള്ള ചർച്ച ഇന്ന് വൈകുന്നേരമൊക്കെ ഉണ്ടായിരുന്നു. പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ MJ എന്ന പേരിലേക്ക് എത്തുന്നു. അതായത് സജി ജോസഫ് എന്നാണ് അറിയപ്പെടുന്നത്. സെബാസ്റ്റ്യൻ MJ എന്നാണെങ്കിലും സജി ജോസഫ് എന്നാണ്